أعوذ بالله من الشيطان الرجيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലയളവിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലുമായി കഴിയുന്ന നിരവധി ആളുകൾ, അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായും സാമൂഹികമായുമൊക്കെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നമ്മെ തേടി വരും. എന്നാൽ നമ്മെ ഏറ്റവും അധികം ബാധിച്ച പരീക്ഷണം, നാളിതുവരെ നാം അനുഭവിച്ചതിൽ ഏതാണ് ഏറ്റവും കഠിനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി, നിങ്ങൾക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ എന്നിലാലുണ്ടായ മുസീബത്തിനെ ഓർത്ത് നിങ്ങൾ സമാധാനിക്കണമെന്നാണ്. ലോകത്തിന് കാരുണ്യമായി, വഴികാട്ടിയായി, ഇരുട്ടിൽ നിന്നൊരു ജനപഥത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ഏറെ ത്യാഗം ചെയ്ത് പണിപ്പെട്ട് അധ്വാനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ് ഉമ്മത്ത് മുഹമ്മദിനെ ഒന്നടങ്കം ബാധിച്ച ഏറ്റവും വലിയ പരീക്ഷണം. വളരെ അങ്കുലി പരിമിതരായിട്ടുള്ള സഹാബത്തിൽ ആരംഭിച്ച ഇസ്ലാമിന്റെ പ്രബോധനം ഒരുപാട് ത്യാഗങ്ങളിലൂടെ, ബഹിഷ്കരണങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സന്ധികളിലൂടെ, ഹിജറകളിലൂടെ കടന്നുപോയി. 23 വർഷം തികയാനിരിക്കുമ്പോൾ ലക്ഷോപലക്ഷം വരുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസികളായി ഈ ലോകത്ത് അവശേഷിക്കുന്ന സുന്ദരമായ കാഴ്ച. വിവിധങ്ങളായ ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും ലോകം തീർത്ത അതിർവരമ്പുകളെ ഭേദിച്ച് പ്രവാചകനിലേക്ക് ഒഴുകിയെത്തിയ സന്ദർഭം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. സൂറത്തുൻ നസ്റിന്റെ അവതരണമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നെത്തിയ സന്ദർഭം. വൽ ഫത്ഹ്, ഫത്ഹുമുണ്ടായ, മക്കം ഫത്ഹുമുണ്ടായ സന്ദർഭം. ആട്ടിയോടിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭം. ശത്രുക്കൾക്ക് പോലും സമാധാനവും സുരക്ഷിതത്വവും കാരുണ്യവും തുറന്നു പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു സന്ദർഭം. അബൂ സുഫിയാന്റെ ഭവനത്തിൽ പ്രവേശിച്ചവർക്ക് നിർഭയത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ച ആ ഒരു ഘട്ടം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ആ സന്ദർഭത്തിലുള്ള കാഴ്ച, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകുന്ന സന്തോഷകരമായ ആ ഒരു മുഹൂർത്തം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുവാനും തസ്ബീഹ് നടത്തുവാനും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും അല്ലാഹു കൽപ്പിക്കുകയാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടായതെങ്കിൽ പോലും ചില സഹാബത്തിന് ദുഃഖവും വിഷമവുമായിരുന്നു സന്തോഷത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്ത് ഈ വചനങ്ങൾ കേട്ട് കരയുന്ന സാഹചര്യമുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഈ അധ്യായം സൂറത്തുൻ നസ്റിന്റെ അവതരണം എന്താണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെയാണ് ഈ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, അതിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും.
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദൗത്യ ഏൽപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ, മുആദ്, താങ്കൾ അഹ്ലി കിതാബിന്റെ അടുക്കലേക്കാണ് പുറപ്പെടുന്നത്. അവിടെ ചെന്നാൽ താങ്കൾ ആദ്യമായിട്ട് അവരെ ക്ഷണിക്കേണ്ടത് ഇസ്ലാമിന്റെ തൗഹീദിലേക്കാണ്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ താങ്കൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതുപോലെ നോമ്പനുഷ്ഠിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കണം എന്നിത്യാദിയുള്ള കൽപ്പനകൾ നൽകിക്കൊണ്ട് മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, യാ മുആദ്, മുആദേ, ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വൽ ഖബ്രി. മുആദ്, താങ്കൾ ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ താങ്കൾ തിരിച്ചു വരുമ്പോൾ താങ്കൾക്ക് മുന്നിൽ എന്റെ പള്ളിയോ അതുപോലെ തന്നെ എന്റെ ഖബറും മാത്രമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. താങ്കൾക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന മുആദിന് കൊടുത്ത ആ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ മുന്നറിയിപ്പായിട്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്ത് മനസ്സിലാക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ നടത്തി. ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ ദാലിക അബ്ദു മാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ ദാസന് മുന്നിൽ അല്ലാഹു അവന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ അല്ലാഹു ഈ ദുനിയാവിലുള്ള സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കുകയുണ്ടായി. ദാസൻ ഫഖ്താറ ദാലിക അബ്ദു മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളെ ആ ദാസൻ തെരഞ്ഞെടുത്തു എന്ന് പ്രവാചകൻ ഖുത്ബ നടത്തി. ഫബക അബൂബക്കർ, ഇത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഫഅജിബ്ന ലിബുകാഇഹി അൻ യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്യിറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തെരഞ്ഞെടുക്കപ്പെട്ട അടിമ റബ്ബിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്നത് കേട്ടിട്ടായിരുന്നു അബൂബക്കറിന്റെ ആ കരച്ചിൽ. ആളുകളെല്ലാം അത്ഭുതത്തോടുകൂടെ പറയുകയുണ്ടായി, ആ വൃദ്ധനായ മനുഷ്യൻ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായ ആ ഒരു സത്യം ജനങ്ങളോട് തുറന്നു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ അബ്ദ് എന്നും ദുനിയാവിലുള്ള എല്ലാ ഖൈറിന്റെയും മഫാത്തിഹകൾ തുറന്നുകൊടുത്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള അവനിലേക്കുള്ള മടക്കവും സ്വർഗവും കാണിച്ചു കൊടുത്തപ്പോൾ ദുനിയാവിലുള്ള അലങ്കാരവും സൗകര്യങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിലേക്കുള്ള മടക്കവും സ്വർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു എന്ന് മറ്റൊരു സഹാബിയോട് പറഞ്ഞ ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിച്ചതിന്റെ അടയാളമായിരുന്നു, മടക്കത്തിനുള്ള സൂചനകളായിരുന്നു. തുടരെ തുടരെ വഹി ഇറങ്ങാൻ തുടങ്ങിയെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അന്നല്ലാഹു തആല താബ അല റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല വഫാത്തിഹി തവഫാഹു അക്സറ മാ കാന അൽ വഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയതിൽ ഏറ്റവും ധാരാളം വഹി ഇറങ്ങിയത് നബി മരിക്കുന്ന ആ ഒരു നിമിഷങ്ങളിലായിരുന്നു എന്നും പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പായിരുന്നു ആ ഒരു തുടരെയുള്ള ആ ഒരു വഹയിന്റെ ഇറക്കമെന്നും അദ്ദേഹം പറയുകയാണ്. പതിവിന് വിരുദ്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ റമദാനിൽ 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത്. യഅ്തകിഫു ഫീ കുല്ലി റമദാൻ 10 അയ്യാം ഫലമ്മ കാന العام الذي قبض فيه اعتكف 20 يوما. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കൊല്ലത്തിലും അവസാനത്തെ 10 ദിനരാത്രങ്ങളായിരുന്നു ഇഅ്തികാഫ് ഇരുന്നത്. പക്ഷെ പ്രവാചകന്റെ മരണത്തോടുള്ള അടുത്ത ആ കൊല്ലം, നബി മരണപ്പെട്ട ആ കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കൊല്ലം 2 തവണയാണ് വന്നത്. 2 തവണ വന്നു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിവിന് വിരുദ്ധമായിട്ട് പ്രവാചകന്റെ ഹിഫ്ള് നോക്കുകയും പ്രവാചകനിലേക്ക് തുടരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും ചെയ്തത് പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. അവിടുത്തെ ഹജ്ജ് ജീവിതത്തിൽ ആദ്യത്തെ ഹജ്ജായിരുന്നു. ആ ഹജ്ജിനെ ചരിത്രം രേഖപ്പെടുത്തിയത് ഹജ്ജത്തുൽ വിദാ എന്നാണ്, വിടവാങ്ങലിന്റെ ഹജ്ജ് എന്നാണ്. ഹജ്ജിന് പുറപ്പെടുമ്പോൾ പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങൾ, ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ റസൂലുള്ള കൊടുത്ത ഉപദേശങ്ങൾ, അറഫയിൽ പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങൾ, മടക്കയാത്രയിൽ റസൂലുള്ള കൊടുത്ത ഉപദേശങ്ങൾ, ഇത് നമ്മളൊരു ഖുതുബയായി തന്നെ ഇവിടെ ചർച്ച ചെയ്തതാണ്. ആ ഉപദേശങ്ങളെല്ലാം
ഒരു വിടവാങ്ങൽ ഉപദേശമായിരുന്നു. സ്വഹാബത്ത് നബിയോട് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട്, പ്രവാചകരെ ഇതെന്താണ്, ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഞങ്ങൾക്ക് തോന്നുന്നുവല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ ജംറത്തുൽ അഖബയിൽ അവിടെ വെച്ച് കല്ലെറിയുന്ന ആ സന്ദർഭത്തിൽ സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഖുദൂ മനാസിക്കക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് ഒപ്പിയെടുക്കണം. ഒരുപക്ഷെ ഈ ഹജ്ജിന് ശേഷം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റൊരു ഹദീസിലുള്ളത്, ഖുദൂ അന്നി മനാസിക്കക്കും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഈ പുണ്യഭൂമിയിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജ്റ 11-ാം വർഷം സഫറിന്റെ അവസാന ദിനരാത്രങ്ങൾ 28ഉം 29ഉം ഒക്കെ ദിനരാത്രങ്ങളായതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ആരംഭിക്കുകയാണ്. മഹാനായ അബൂ മുവഹിബയോടൊപ്പം ബഖീഉൽ ഗർഖദിൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കബറിടം സന്ദർശിച്ച് അവിടെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് തന്റെ കൂടെയുണ്ടായിരുന്ന അബൂ മുവഹിബ റളിയല്ലാഹു അൻഹുവിന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. ദുനിയാവിലെ ഖജനാവുകളുടെ താക്കോലുകളും അതിലുള്ള ശാശ്വത ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. പിന്നീട് സ്വർഗവും അതോടൊപ്പം അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരവും, രണ്ടിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ അല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസൻ തെരഞ്ഞെടുത്തത് പടച്ചറബിനെ കണ്ടുമുട്ടാനും സ്വർഗവുമാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട സഹാബി അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നബിയെ, താങ്കൾക്ക് ദുനിയാവിലെ താക്കോലുകളും ദുനിയാവിലുള്ള സുഖവും അതിന്റെ കൂടെ സ്വർഗവും ആഗ്രഹിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇല്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനും അവന്റെ അടുക്കലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമാണ് താൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുകയാണ്. അന്നത്തോടുകൂടെ നബിയുടെ രോഗം മൂർച്ഛിക്കുകയാണ്. ഏതാണ്ട് 13 ദിവസത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സഫറിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലായിരുന്നു അവിടുത്തെ രോഗം ആരംഭിച്ചത്. മദീനയിൽ ബഖീഉൽ ഗർഖദിൽ ഒരു ജനാസ മറവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് പ്രവാചകരെ. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എനിക്കും നല്ല തലവേദനയുണ്ട് എന്ന്. എനിക്ക് മുമ്പ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കുകയും നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആ ദിനരാത്രങ്ങളാണ്. അവസാന സമയങ്ങൾ മുഴുവനും ഉപദേശങ്ങളായിരുന്നു. ഒരു വിടവാങ്ങുന്ന അന്തിമദൂതൻ തന്റെ ലോകർക്ക് മുഴുവൻ മാതൃകയായിട്ട് അവിശേഷിപ്പിക്കുന്ന ഒരു ഉമ്മത്തിന്, ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമ തലമുറ എന്റെ കൂടെ ജീവിച്ച സ്വഹാബത്താണെന്ന് പറഞ്ഞ ആ സ്വഹാബത്തിന് കൊടുക്കേണ്ട എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് അവകാശങ്ങളും ബാധ്യതകളും എല്ലാം പൂർത്തീകരിച്ച് ഈ ലോകത്തോട് വിട പറയുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാന സമയം റസൂലുള്ള രോഗമായി കിടക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഇണകളുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്രയാസം കാരണത്താൽ അവരുടെ അനുവാദത്തോടുകൂടെ തന്നെ നീതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ്. ഞാൻ നാളെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചതിൽ നിന്ന് സഹാബി വനിതമാരായിട്ടുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീന് മനസ്സിലായി ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാൻ പ്രവാചകൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ പരിചരണമാണ് റസൂലുള്ള കൊതിക്കുന്നത് എന്നും അവർക്ക് മനസ്സിലായതോടുകൂടെ എല്ലാ ഇണകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം കൊടുക്കുകയാണ്. അവസാനത്തെ ഓരോ ദിനരാത്രങ്ങളിലും പ്രവാചകൻ അനുഭവപ്പെട്ട വേദനകളും അവിടുന്ന് അനുഭവപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നൊന്നായി ഒപ്പിയെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൊടുത്ത ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് വഅലമു, നിങ്ങൾ അറിയണം, അന്ന ശിറാറൻ നാസിൽ ലദീന തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ കോട്ട് ചെയ്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങൾ അറിഞ്ഞേക്കുക,
അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ പടച്ച റബ്ബിലേക്ക് ക്ഷണിക്കാൻ വന്ന പ്രവാചകന്മാരുടെ ഖബർസ്ഥാനിനെ ആരാധനയുടെ കേന്ദ്രമാക്കി അവിടം അവർ കെട്ടിപ്പൊക്കി പ്രവാചകന്മാരെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാക്കിയ അവരാണ് ഭൂമിക്ക് താഴെ ഏറ്റവും മോശപ്പെട്ട ജനങ്ങളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, അന്തിമദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന നിമിഷത്തിൽ കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഉപദേശമാണത്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു ജൂത ക്രൈസ്തവരെ ശപിച്ചിരിക്കുന്നു, ശപിക്കട്ടെ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബർസ്ഥാനിനെ സുജൂദിന്റെ ഇടമാക്കിയിരിക്കുന്നു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവർ പ്രവാചകന്മാരെ ആരാധിച്ചില്ല. പ്രവാചകന്മാരുടെ ഖബർസ്ഥാനിനെ അവർ ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രവാചകന്മാർ തൊട്ട് സമീപത്തുണ്ടല്ലോ, അവരുടെ സമീപത്ത് വെച്ച് നാം പടച്ച റബ്ബിന് ആരാധന അർപ്പിച്ചാൽ അതിനൊരു പരിഗണന കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ഖബർസ്ഥാനിനെ ആദ്യം ആദരിക്കാൻ തുടങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് എങ്കിൽ ഇക്കാലത്ത് ആളുകൾ ഖബറിനെ കെട്ടിപ്പൊക്കി അവിടെ ചെന്ന് മക്കളെയും ജോലിയെയും തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളെയും ഏറ്റുപറഞ്ഞ് സഹായിക്കണേ എന്ന് പറയുന്നത് എത്ര വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നത് ഈ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവസാന സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെതിരെ സംസാരിക്കുകയാണ്, തൗഹീദ് സ്ഥാപിക്കുകയാണ്, ശിർക്കിലേക്കുള്ള വസീലകളെ, വസായിലുകളെ, മാർഗങ്ങളെ തടയിടുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വഴിപിഴച്ചുപോയ അഹ്ലി കിതാബിന്റെ സ്വഭാവത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. തുടർന്ന് അൻസാരികളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്നേഹം എടുത്തു പറയുന്നു. സ്വഹാബത്തിനെ കുറിച്ചും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നും അവസാന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാ അമാ തുഅദ്. ആകാശത്തെ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിന് സംരക്ഷണമാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ പ്രപഞ്ചം തകർക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി. എന്റെ സഹാബത്ത് ഈ ഉമ്മത്തിന് സുരക്ഷയാണ്, സംരക്ഷണമാണ്, നക്ഷത്രം ആകാശത്തിന് സംരക്ഷണമായതുപോലെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിരവധി ഉപദേശങ്ങൾ അവിടുന്ന് ആദ്യ സമയങ്ങളിൽ കൊടുത്തു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം നന്നായിട്ട് മൂർച്ഛിക്കുകയാണ്. കനത്ത തലവേദന അടിക്കടിയായി വന്ന് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെടുകയുണ്ടായി. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചിട്ട് അവർ പറയുകയാണ്, പ്രവാചകരെ, താങ്കളുടെ പനിയുടെ ചൂട് പുതപ്പിന് പുറമേയും ശക്തമായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുമാറ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കനത്ത പ്രയാസം, പനിയും തലവേദനയും വേദനയും ഉണ്ടായി എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹിൽ വജ്അ മിൻ റസൂലില്ലാഹ്. നബിയോളം വേദന അനുഭവിച്ച മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, താങ്കൾക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ യുഅഖു റജുലാനി മിൻകും. നിങ്ങളിലെ രണ്ടുപേർ അനുഭവിക്കുന്ന വേദനയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചപ്പോൾ, വർദ്ധിച്ചപ്പോൾ, കാന ഇദസ്തക നഫത അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വമസ അൻഹു ബിയദിഹി ഫലമ്മ ഇസ്തക വജഅഹു അല്ലദി തൂഫിയ ഫീഹി തഫഖ്തു അനിഫ്തു അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനകൾ വർദ്ധിച്ചപ്പോൾ മുഅവ്വിദാത്ത് സൂറത്തുകൾ ഞാൻ പാരായണം ചെയ്തു. നബിയുടെ കൈ കുമ്പിളായി പിടിച്ചിട്ട് മുഅവ്വിദാത്തുകൾ ഓതിയിട്ട്, അവസാനത്തെ സൂറത്തുകൾ ഓതിയിട്ട് നബിയുടെ കൈകളിലേക്ക് ഊതി ഞാൻ റസൂലിന്റെ കൈകൾ കൊണ്ട് തന്നെ ശരീരം എത്താവുന്നിടത്തെല്ലാം എത്തിക്കുകയുണ്ടായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. രോഗം ശക്തമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു രോഗത്തിന്റെ പ്രയാസം പ്രകടമാക്കുകയുണ്ടായി. നമസ്കരിക്കാൻ പോകാൻ കഴിയാത്ത വിഷമമുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിൽ താങ്ങി പ്രവാചകൻ പള്ളിയിലേക്ക് പോയി. വേദനകളിലും പ്രയാസങ്ങളിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു സ്വഹാബത്തിന്റെ ഇമാമത്തായി നിന്നത്. ബോധം നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വരുമ്പോൾ റസൂലുള്ള ചോദിച്ചിരുന്നത് അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ എന്നായിരുന്നു. നമസ്കാരത്തിന്റെ പ്രാധാന്യമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, വഹും മിൻതളിറൂനക്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ് റസൂലേ എന്ന് പറയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം വീണ്ടും നഷ്ടപ്പെടും. ബോധം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും ഇതേ ചോദ്യമായിരുന്നു അവിടുന്ന് ആവർത്തിച്ചത്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ 4 ദിവസം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശം അസ്സലാത്ത് അസ്സലാത്ത്. ജനങ്ങളെ, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം, അതിന്റെ സമയവും അതിന്റെ നിർവഹണവും നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുവേണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തഖുല്ലാഹ ഫീമാ മലക്കത് അയ്മാനുക്കും. സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണമെന്നും ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ അന്ത്യോപദേശത്തിൽ അവസാനത്തെ നിമിഷത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, എന്റെ ഖബറിനെ നിങ്ങൾ ഒരിക്കലും ആരാധനാ കേന്ദ്രമാക്കരുത്. ലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയുണ്ടായി. ജൂത ക്രൈസ്തവരെ കുറിച്ചുള്ള ആ ശാപവാക്കുകൾ വീണ്ടും അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും അടിക്കടി സഹാബത്തിനെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. മരണത്തിന്റെ 3 ദിവസം മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങളൊരാളും അള്ളാഹുവിൽ നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. മരണത്തിന്റെ 2 ദിവസം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ പോകാൻ വിഷമമുണ്ടായിരുന്നെങ്കിലും സഹാബത്തിന്റെ തോളിൽ തൂങ്ങിയിട്ട് റസൂലുള്ള പള്ളിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. തീരെ പറ്റാതെ വന്ന ആ സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിട്ട് നിശ്ചയിക്കുകയും ഹുജറയുടെ കർട്ടൻ നീക്കിയിട്ട് അബൂബക്കർ ഇമാമിൽ നിന്ന് നിസ്കരിക്കുന്ന രംഗം കണ്ട് റസൂലുള്ള പുഞ്ചിരിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനം ഈ സമൂഹത്തിന്റെ നേതൃത്വം ആരേറ്റെടുക്കണം എന്ന കാര്യം വരെ പഠിപ്പിച്ചിട്ടാണ് അബൂബക്കറിലേക്ക് ഖിലാഫത്തിന്റെ സൂചനകൾ കൈമാറുകയുണ്ടായി. അബൂബക്കർ ഇമാമിൽ നിന്ന് നിസ്കരിക്കുന്നത് സന്തോഷത്തോടെ കാണുകയുണ്ടായി. റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ നാണയങ്ങൾ സദഖ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. പ്രവാചകന്റെ സംരക്ഷണത്തിലുള്ള എല്ലാ അമാനത്തും നിർവഹിക്കുകയുണ്ടായി. മിമ്പറിലിരുന്ന് ആർക്കെങ്കിലും പണം കടമായി നൽകാനുണ്ടെങ്കിൽ, ഇതാ ഞാനിവിടെ ഇരിക്കുന്നു, എന്നോട് ചോദിക്കാം. നിങ്ങളെ ആരെങ്കിലും ശാരീരികമായി ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ഇതാ എന്റെ ശരീരം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഹക്കും പൂർത്തീകരിച്ചിട്ടാണ് റസൂലുള്ള ഈ ലോകത്തോട് വിട പറയുന്നത്. റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറത്ത് തലചായ്ച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആകാശങ്ങളിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അല, അല്ലാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേ, എന്റെ പാപങ്ങൾ നീ പുറത്തു നൽകണമേ, നിന്റെ ഉന്നതമായ സ്ഥാനത്ത് കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണമേ എന്ന് ആകാശത്തേക്ക് കൈകളുയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച് ആ കൈകൾ പതിയെ പതിയെ താഴോട്ട് താണുവരുന്ന ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി അനുഭവങ്ങളും ചരിത്രങ്ങളും സംഭവങ്ങളും ഉള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ രംഗം പ്രവാചകന് ഒരു മിസ്വാക്ക് ഞാൻ എന്റെ വായിൽ ചവച്ചിട്ട് എന്റെ ഉമിനീര് ചേർത്ത് റസൂലുള്ളാഹിക്ക് ഞാൻ പല്ല് തേച്ചു കൊടുത്തു എന്നത് വലിയ സന്തോഷമായിട്ട് പറയുന്നുണ്ട്. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മരിക്കാനിരിക്കുകയാണ്. ഫാത്തിമ കരയുകയാണ്. രണ്ടാമത് വിളിച്ച് സ്വകാര്യം പറയുകയാണ്, ഈ ഉമ്മത്തിൽ എന്റെ അഹ്ലുബൈത്തിൽ ആദ്യമായിട്ട് നീയായിരിക്കും മരിക്കുക എന്ന് പറയുമ്പോൾ ഉപ്പയിലേക്ക് ചെന്ന് ചേരാമല്ലോ എന്ന ആ സന്തോഷത്തോടുകൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ആദ്യം പറഞ്ഞപ്പോഴും കരഞ്ഞത് ദുഃഖം കൊണ്ടായിരുന്നെങ്കിൽ രണ്ടാമത് പറഞ്ഞപ്പോൾ കരഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 23 വർഷത്തെ പ്രബോധന ജീവിതത്തിന് സമാപനം കുറിച്ച് ലോകത്തിന്റെ അന്തിമദൂതൻ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞ നിമിഷം അത് നാം പഠിക്കേണ്ടതാണ്. അതിലെ ഉപദേശങ്ങൾ നാം ആവർത്തിച്ച് കേൾക്കേണ്ടതാണ്. ആ ഉപദേശങ്ങൾ നമ്മൾ നെഞ്ചേറ്റേണ്ടതാണ്. ആ പ്രവാചകനുള്ള കടപ്പാടുകൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മരണപ്പെട്ട് കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം നോക്കി സ്വഹാബത്ത് വിതുമ്പുകയുണ്ടായി. വഹി നിലച്ചു പോയതിലപ്പുറം അതൊരു പ്രയാസമായിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹം, നബിയോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം, സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും കുടുംബത്തിനേക്കാളും സമ്പത്തിനേക്കാളും അവർ സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നാടും വീടും ശരീരാവയവങ്ങളും സമ്പത്തും കൊടുത്താണ്
നബിയെ അവർ സംരക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മരണവാർത്ത കാട്ടുതീ പോലെ മദീനയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ പടർന്ന് പിടിച്ചപ്പോൾ സ്വഹാബത്ത് അന്താളിച്ചു പോവുകയും ഭ്രാന്താവസ്ഥയിലാവുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയതാണ്, അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി ഹുജറയിലേക്ക് കടന്നു ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മറച്ച ആ തുണി മാറ്റി നെറ്റിയിൽ ചുംബിച്ച് പുറത്തേക്ക് വന്ന് ഉമറിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. 3 തവണ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇരിക്കാത്ത ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ജനങ്ങളെ കൂട്ടിയിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത്, ഉഹദിന്റെ ഘട്ടത്തിൽ അവതരിച്ച ആയത്ത് ഓതുകയാണ്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് ആളുകൾ ചിതറിത്തെറിച്ചപ്പോൾ അല്ലാഹു അവതരിപ്പിച്ച ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും ഫമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജിസില്ലാഹു ശാകിരീൻ. മുഹമ്മദ് നബി ഒരു ദൂതനാണ്. അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലിൽ തിരിഞ്ഞോടുകയാണോ എന്ന ആയത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് പറയുകയാണ്, ഈ ആയത്ത് ഇപ്പോൾ അവതരിച്ചതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ആയത്തോതി ബോധ്യപ്പെട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലംപതിക്കുകയും അദ്ദേഹം ബോധരഹിതനായി വീഴുകയും ചെയ്തു. മദീന കേണ ദിവസങ്ങളാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. റബീഉൽ അവ്വലിന്റെ 12-ാമത്തെ ദിവസം സ്വഹാബത്ത് സ്വന്തത്തെ മറന്ന, സ്വന്തം കുടുംബത്തെ മറന്ന, സ്വന്തം മക്കളെ മറന്ന ദിവസങ്ങളാണ്. അവരാരും ഭക്ഷണം കഴിച്ചിരുന്നില്ല, അവർക്കാർക്കും ബോധമുണ്ടായിരുന്നില്ല. അത്രയും വലിയ പ്രയാസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സ്വഹാബത്തിനുണ്ടാക്കിയത്. സഹോദരന്മാരെ, ഇന്ന് നാം കാണുന്നത് പ്രവാചകന്റെ വിയോഗത്തിന്റെ ദിവസങ്ങളായിരുന്നിട്ട് പള്ളികൾ അലങ്കരിച്ച് സന്തോഷത്തോടുകൂടെ പുത്തനുടുപ്പ് ധരിച്ച് റോഡുകളിലൂടെ ബാൻഡ് മേളം നടത്തി പാട്ടും പാടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നു എന്ന പേരും പറഞ്ഞ് നബിയോ സഹാബത്തോ താബീകളോ തബൂ താബീകളോ മുൻഗാമികളോ ഒരാളും തന്നെ ചെയ്തു എന്ന് പച്ചക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു പ്രമാണം പോലും കാണിക്കാനില്ലാതെ പലതും മുന്നിൽ വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് പണ്ഡിതന്മാർ സാധാരണക്കാരെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ സുഹൃത്തുക്കളെ, ചിന്തിക്കേണ്ട ഒരു ചിന്ത, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ബോധപൂർവം നിർമ്മിച്ചെടുത്ത ഒരു അജണ്ടയായിരിക്കില്ലേ എന്നത് നാം ആലോചിക്കേണ്ടതാണ്. കാരണം നമ്മുടെ നബി മരണപ്പെട്ട ആ 4 ആഴ്ചയും നബാത്തി ഖുതുബയുടെ പഴയ ഏടിനകത്തുള്ളത് നബിയുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. 4 ആഴ്ചയും നബിയുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അറബി ഖുതുബ പറയുന്ന മിമ്പറുകളിൽ വായിക്കുന്ന നബാത്തി ഖുതുബക്കകത്തുള്ളത്. പിന്നീട് എങ്ങനെയാണ് ഇത് മാറി മറിഞ്ഞതെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ആഘോഷിക്കാനും ഭക്ഷണം കഴിക്കാനും ആർമാദിക്കാനുമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ത്വര അവർക്ക് പ്രമാണം ഒരു വിഷയമല്ല, കുഫ്ർ ഒരു വിഷയമല്ല. നമുക്കെല്ലാവർക്കും അറിയാം ഇതര മതസ്ഥരുടെ ആഘോഷത്തിന്റെ അടിത്തറ എന്താണെന്ന് സ്വാമിജിമാർ വരെ പ്രസംഗിച്ച് പഠിപ്പിച്ചു തന്നിട്ടും ഏറ്റവും അധികം ആഘോഷിക്കുന്നതും പട്ടുസാരിയുടുത്ത് പബ്ലിക്കിൽ ഡാൻസ് കളിക്കുന്നതും മുസ്ലിം നാമധാരികളാണ്. സഹോദരന്മാരെ, ഇത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഒരു കാലഘട്ടമായിരിക്കില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അവസാന കാലഘട്ടം ഉമ്മത്ത് മുഹമ്മദിനെ അതിന്റെ ശത്രുക്കൾ എല്ലാ നിലക്കും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കും. അന്ന് ഏറ്റവും അധികം മുസ്ലിങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് അവിടെ പ്രത്യേകത? മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകളായിരിക്കും ആ മുസ്ലിമീങ്ങൾ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എവിടേക്കാണ് ഉമ്മത്ത് മുഹമ്മദ് പോകുന്നതെന്ന് സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് സ്വഹാബത്ത് സന്തോഷിച്ചില്ല. അവർക്കാർക്കും ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ആ വേദന മാസങ്ങളോളം അവരുടെ ഉള്ളകത്തുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒന്ന് ബാങ്ക് വിളിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ എന്നുച്ചരിച്ചുകൊണ്ട് മിഹ്റാബിൽ മറിഞ്ഞു വീണ ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെ സാധിക്കുന്നു? സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിന് യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ന്യായങ്ങൾ മുൻ ചമച്ചുകൊണ്ട് പലതും ആഘോഷിക്കുമ്പോൾ സഹോദരന്മാരെ, നമുക്കൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, പ്രവാചകനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ആ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ 12 എങ്ങനെയായിരുന്നു എന്നത് ചിന്തിക്കാനെങ്കിലും വിശാല മനസ്സ് കാണിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോരാൻ ആളുകൾ സന്നദ്ധമാകേണ്ടതില്ലേ എന്ന ചിന്തയാണ് സഹോദരന്മാരെ ഈ സമയത്ത് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തത്,
ഈ ലോകം ആർക്കും മുന്നിലും ശാശ്വതമല്ല. നബി മരിക്കരുത് എന്ന് സഹാബത്ത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിച്ചുപോയി. അല്ലെ, ഓണാഘോഷത്തിന്റെ ഡാൻസ് കളിക്കുമ്പോഴാണ് ഒരു സഹോദരൻ മരണപ്പെട്ടു പോയത്. അല്ലെ, നമ്മളെല്ലാവരും കണ്ടു PV അൻവറിന്റെ PA മരണപ്പെട്ട രംഗം. സഹോദരന്മാരെ, മരണത്തിന് രണ്ട് മുഖമുണ്ട്. ഒന്ന് നല്ല മരണം, മറ്റൊന്ന് മോശപ്പെട്ട മരണം. അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ തേടേണ്ടത് സൂഉൽ ഖാത്തിമയിൽ നിന്നാണ്, മോശപ്പെട്ട മരണത്തിൽ നിന്നാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ സാമ്പത്തികവും നമ്മുടെ ജീവിതക്രമവും മോശമായ ഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പടച്ചറബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലായിരിക്കെ മലക്കുൽ മൗത്ത് നമ്മെ വിളിക്കാൻ വന്നാൽ അതിനേക്കാൾ വലിയ ഹതഭാഗ്യം വേറെ ഒന്നുമില്ല. അള്ളാഹു എല്ലാം പുറത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. സഹോദരന്മാരെ, ചിന്തിക്കണം, ഈ ലോകം നമുക്കാർക്കും ശാശ്വതമല്ല. ഇവിടുത്തെ വീടും ഇവിടുത്തെ ജോലിയും ഇവിടുത്തെ മക്കളും ഇവിടുത്തെ ആരോഗ്യവും ഇവിടുത്തെ സുഖവും ഇവിടുത്തെ സൗന്ദര്യവും ഇവിടെ നമുക്ക് ലോകം ചമച്ചു നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാനുള്ളതാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്ത് ആരെങ്കിലും ശാശ്വതമാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ ശാശ്വതമാകണമായിരുന്നു. ഇന്നക മയ്യിത്തുൻ, താങ്കൾ മരിക്കാനുള്ളവനാണ്. ഫഇന്നഹും മയ്യിത്തുൻ, അവരും മരിക്കുന്നവരാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ മരണപ്പെട്ടു പോയി, സ്വഹാബത്ത് മരണപ്പെട്ടു പോയി, താബികളും താബികളും മരണപ്പെട്ടു പോയി. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവർ നമ്മളാണ്. നമ്മളും മരണപ്പെട്ടു പോകും. അടുത്ത തലമുറ വരും, അവരിവിടെ ജീവിക്കും, അവരും മരണപ്പെട്ടു പോകും. അടുത്ത തലമുറ വരും, അവരിവിടെ ജീവിക്കും, അവരും മരണപ്പെട്ടു പോകും. അവസാനം ഈ പ്രപഞ്ചം തന്നെ തകർക്കപ്പെടും. പിന്നീട് ഒരു പുതിയ ലോകം പുനർജനിക്കും. അവിടെ സാലിഹായി, മുഅ്മിനായി, സ്വർഗക്കാരനായി ഉണർന്നെഴുന്നേറ്റ് വരാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നാം ഒന്നും നേടിയില്ലെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ നമുക്ക് പ്രവാചകന്റെ സ്മരണ അയവിറക്കാനുള്ളതാണ്. പ്രവാചകന്റെ സഹാബത്തിന്റെ ജീവിതം ഓർമ്മിക്കാനുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാനും അത് പകർത്താനുമുള്ളതാണ്. അവിടുത്തെ സുന്നത്തിനെ അനുധാവനം ചെയ്യാനുള്ളതാണ്. മരണത്തിന് മുന്നൊരുക്കമായിട്ട് തയ്യാറെടുക്കാനുള്ളതായിട്ട് മനസ്സിലാക്കി നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇനി എത്ര കാലം നമുക്കുണ്ടെന്നറിയില്ല. ഉള്ള കാലം പടച്ച റബ്ബിന് വഴിപ്പെട്ട് കടമകളും കടപ്പാടുകളും പാലിച്ച് പൂർത്തീകരിച്ച് സ്വർഗക്കാരനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തുണയേകുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉൾപ്പെടെയുള്ള പാവങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സ്വാതന്ത്ര്യവും ഉപജീവനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആയുധങ്ങളെ അവരുടെ നാശത്തിന് കാരണമാക്കുമാറാവട്ടെ. അവരുടെ സാമ്പത്തിക ശക്തി അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.